ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവഭക്തി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രായോഗികമാക്കുന്നതിന് എങ്ങനെ ഒരുങ്ങാം എന്നുള്ള വിഷയമാണ് പഠിച്ചു തുടങ്ങിയത്. ദൈവഭക്തിയിൽ ജീവിക്കണമെങ്കിൽ നാം ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് ബോധവാന്മാരായി തീരണം. ഏത് മേഖലകളിലൊക്കെയാണ് നമ്മൾക്ക് തോൽവികൾ സംഭവിച്ചിട്ടുള്ളത്, ഏത് പാപങ്ങളാണ് അല്ലെങ്കിൽ ദൈവകൽപ്പന ലംഘനങ്ങളാണ് സ്ഥിരമായി നമ്മിൽ വരാറ്, എങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അതിനെ ഓർത്ത് ദുഃഖിച്ച് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ക്ഷമയ്ക്കായിട്ടും നിരപ്പിനായിട്ടും നാം ശ്രമിക്കണം. അതോടൊപ്പം ഇനി ആ പാപം ചെയ്യാൻ ഇടവരാതെ വണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഒരു മാറ്റത്തിന് വിധേയമാക്കണം എന്നുള്ളത് ആണ് നമ്മൾ ചിന്തിച്ചത്. ഒരു റിഗ്രറ്റ് നമ്മുടെ ജീവിതത്തിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണം. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാന വാക്യം എന്ന് പറയുന്നത് 2 കൊരിന്ത്യരിലെ 7-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യമാണ്. നമുക്ക് ആ ഭാഗം ജസ്റ്റ് വായിക്കാം. നമ്മൾക്ക് പലപ്പോഴും പറ്റാറുള്ള ഒരു പോരായിക ശരിയായ മാറ്റം നമ്മളിൽ സംഭവിക്കാത്തതിൻ്റെ കാര്യം നമ്മിലെല്ലാം ഒരുപോലെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തിരിച്ചുകൊള്ളണം. ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അത് നമ്മെ അകത്തും പുറത്തും സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. അത് കേവലം പുറത്തുള്ളൊരു വിഷയമല്ല, അകത്തും പുറത്തും സ്വാധീനിക്കുന്ന വിഷയമാണ്. അത് ജഡത്തിലും ആത്മാവിലും നമ്മെ കളങ്കിതമാക്കി തീർക്കുന്ന അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നാം കടന്നുപോയി പ്രാപിക്കാത്തിടത്തോളം നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ഒരു വിടുതൽ സാധ്യമല്ല. നമ്മൾ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ് ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് തീവ്രമായിട്ട് കടക്കുന്നില്ല. അതേ അധ്യായത്തിൻ്റെ തന്നെ 9-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. 9ഉം 10ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ തന്നെ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ചേർന്ന് വരാതെ ദൈവഗീതപ്രകാരം നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഗീതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കേറെ ഉറവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉറവാക്കുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒരു വാക്യം. ഞാനത് ഇന്ന് വായിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖങ്ങളുണ്ട്, ദൈവഹിതമല്ലാത്ത ദുഃഖങ്ങളും ഉണ്ട്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണ് നമുക്ക് നേടിത്തരുന്നതെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അനുതാപം വരാത്ത, അനുതാപം എന്ന് പറഞ്ഞാൽ ഒരു റിഗ്രറ്റ് തോന്നാത്ത. ഈ റിഗ്രറ്റ് എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള റിഗ്രറ്റ് അല്ല, മാനസാന്തരപ്പെട്ടല്ലോ എന്നുള്ള റിഗ്രറ്റ് വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നാൻ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മെ അത്യന്തം സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, ദൈവവുമായി നല്ല ബന്ധം നമുക്ക് ഉളവാക്കാൻ ഇടയാക്കുന്ന മാനസാന്തരത്തിലേക്ക് അത് നമ്മെ നയിക്കും. എന്നാൽ ലോകപ്രകാരമുള്ള ദുഃഖം നമുക്ക് നൽകുന്നത് മരണമായിരിക്കും. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച 2 പേരുടെ എക്സാമ്പിൾസ് പറഞ്ഞു, യൂദയുടെയും പത്രോസിൻ്റെയും. യൂദയുടെ ദുഃഖം ലോകത്തിൻ്റെ ദുഃഖമായിരുന്നു. അതുകൊണ്ട് അത് അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല, മറിച്ച് അവനെ മരണത്തിലേക്ക് നയിച്ചു. നമുക്കറിയാം, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് ഡിപ്രഷൻ, ഡിപ്രഷൻ, ഡിപ്രഷൻ. കൊച്ചു കുഞ്ഞുങ്ങളിൽ തൊട്ട് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഡിപ്രഷൻ. പണ്ട് കാലത്തും ഡിപ്രഷനുണ്ട്, പക്ഷേ നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നടക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ നമ്മെ സഹായിക്കുമായിരുന്നു. കാരണം ബാല്യം മുതൽ ഇത് തന്നെയാണ്. അപ്പം തീ കുരുത്തത് വെയിലത്ത് വാടില്ല. പല ഡിപ്രഷൻസ് ഉണ്ടായാലും നമ്മൾ അതിനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല ലൈഫ് സ്റ്റൈൽ. ഇന്ന് കംഫർട്ട് സോണിലാണ് മിക്കവാറും ലൈഫ്. കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറകൾ, ജെൻസി, അവർക്കൊക്കെ ചെറിയ വിഷയം വരുമ്പോഴേക്കും അവരൊക്കെ അങ്ങ് താളടിയായി പോവുകയാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ വളരെ ക്രൂരമായി വളർത്തണമെന്നല്ല ഞാൻ പറയുന്നത്, അവർ നന്നായി ജീവിക്കട്ടെ. പക്ഷേ ഈ വാടിപ്പോകുന്നതിൻ്റെ കാരണം ഈ ഡിപ്രഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല. ഒരു ക്രിസ്തു ഭക്തൻ ഡിപ്രഷന് കീഴടങ്ങിയിരിക്കേണ്ടവനല്ല, അവനതിനെ ഓവർകം ചെയ്യേണ്ടവനാണ്. ഇവിടെ ഈ പറയുന്ന ഡിപ്രഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഈ മരണം.
നമുക്കറിയാം ഡിപ്രഷൻ ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ഡെത്ത്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ചിലർ സൂയിസൈഡ് ചെയ്യും, ചിലർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരാകും, ചിലർ ഏകാന്തതയിലേക്ക് പോകും, ചിലർ മറ്റുള്ളവരുമായിട്ടുള്ളതായ സോഷ്യലൈസേഷൻ ഇല്ലാതെയാകുക. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഡിപ്രഷൻ കൊണ്ടുവരുത്തുന്നത്. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഡിപ്രഷനിലേക്കല്ല നയിക്കുക, പിന്നെയോ അത് മാനസാന്തരത്തിലേക്കും ജീവനിലേക്കും നയിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആവശ്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളോട് നാം ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് ചുമ്മാതിരിക്കടാന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയരുത്. ദാറ്റ് ഈസ് ജെനുവിൻ. അത് മനസ്സിലാക്കണം. ദേ ഹാവ് എ പ്രോബ്ലം. അതിനെ നമ്മൾ റിസോൾവ് ചെയ്യണം. എങ്ങനെ റിസോൾവ് ചെയ്യണം? ദൈവഹിതപ്രകാരം അവർ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാനും അതിനുശേഷം ജീവനിലേക്ക് കടക്കുവാനും അവരിടയാക്കണം. എവിടെയാണ് പാളിച്ചു വന്നതെന്ന് മനസ്സിലാക്കി അതിനെ ഫിക്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ മാത്രമേ തലമുറയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളുടെ അപ്പന്മാർ നമ്മളെ ഗുണദോഷിച്ചതുപോലെ വടിയും ഒക്കെ എടുത്തുകൊണ്ട് പോയി അവരെ നേരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അത് ദോഷത്തിൽ ചെന്ന് കലാശിക്കുകയുള്ളൂ എന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ പറയുകയാണ്. അങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ദൈവവചനം പറയുന്നത് അങ്ങനെയല്ല. ദൈവവചനപ്രകാരം സ്നേഹത്താൽ മാത്രമേ അതിന് സൗഖ്യം വരുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മുടെ വാക്കുകളുടെ പരുഷത്വം നിമിത്തമോ നമ്മളുടെ ത്രട്ടൻ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ജസ്റ്റ് ഒരു നോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മളുടെ മെയിൻ ഫോക്കസ് അതല്ല. നമ്മളുടെ മെയിൻ ഫോക്കസ് നമ്മളിൽ പാപമുണ്ടെങ്കിൽ ആ പാപത്തെ നമ്മൾ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതാണ്. പാപത്തിൻ്റെ സ്വഭാവം നമ്മളിലുണ്ട്, പാപം നമ്മിൽ വസിക്കുന്നുണ്ട്, പാപത്തിൻ്റെതായ സ്വാധീനത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ പാപം നമ്മളിലുണ്ടെങ്കിലും പാപത്തിൻ്റെ സ്വാധീനം നമ്മളിലുണ്ടെങ്കിലും പാപം നമ്മളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റില്ല. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാപം നമ്മളിൽ കടന്നു വരാൻ നമ്മൾ അനുവദിക്കരുത്. ഇനി അഥവാ വന്നു പോയാൽ, അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ ഒരുത്തൻ പാപം ചെയ്തു പോയെങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പോൾ നമ്മൾ കടന്നു പോകേണ്ട സ്ഥലം കർത്താവിൻ്റെ ഇടമാണ്. നമുക്ക് ദുഃഖമുണ്ടാകണം. വി ഷുഡ് ഹാവ് എ റിഗ്രറ്റ് ഫീലിംഗ്, എ സോറോ ഫീലിംഗ്. പക്ഷേ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റിപ്പൻറ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മളിൽ പലരും ഈ റിഗ്രറ്റ് റിപ്പൻ്റായിട്ട് കണക്ക് കൂട്ടുകയാണ്. നോ, അതങ്ങനെയല്ല. റിഗ്രറ്റ് ഈസ് അതിനു മുമ്പുള്ള ഒരു പ്രസിഡൻസാണ്. നമ്മൾ അതിനുശേഷം പറയേണ്ടതായ കാര്യമാണ് റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസിൽ നിന്നാണ് നമുക്ക് വാസ്തവത്തിലുള്ള വ്യത്യാസം സംഭവിക്കാൻ പോകുന്നത്. റിപ്പൻറ്റൻസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇനി ആ വഴിക്ക് പോകാതെ വേണം നമ്മെ ശാശ്വതമായ ഒന്നിൽ ബന്ധിക്കണം. ശാശ്വതമായ ഒന്നെന്ന് പറയുമ്പോൾ തിരുവചനത്തിലാകാം, കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമാകാം. എന്തു തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ഡിസിഷൻ നമ്മൾക്കുണ്ടായിരിക്കണം. ഇനി ഞാൻ ആ പാതയിൽ പോവുകയില്ല. ഈ തീരുമാനം നമ്മളിൽ ഇല്ല എങ്കിൽ ഞാൻ പറയാം, പാപം പിന്നെയും നമ്മെ കയറി പിടിക്കും. പാപം എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിൽക്കണ്ണി പോലെയാണ്. അത് ഒരിക്കലും നമ്മെ വെറുതെ വിടില്ല. ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്താൽ അടുത്തത് അവനുണ്ടാക്കും. പിന്നെ അവൻ നമ്മെ ഭരിക്കാൻ തുടങ്ങും. അനേക ദൈവമക്കളുടെ ഈ കാലഘട്ടത്തിൽ അനേക ദൈവമക്കളുടെ ജീവിതം ഈ കുരുക്കുകളിൽ പെട്ട് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പരസ്യമായിട്ട് അവർ പറയില്ല. അതെന്താ? നമുക്കൊക്കെ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് നശിക്കാൻ ആരും അനുവദിക്കില്ല, കുഞ്ഞുങ്ങളടക്കം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ദൈവം ഇതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നാം പാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിന് കുറവൊന്നും നമ്മളോടുള്ള ബന്ധത്തിൽ വരികയില്ല. പാപത്തെ ദൈവം ഒരിക്കലും സ്നേഹിക്കുന്നു എന്നല്ല, എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മെ അവൻ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് ഒരിക്കലും കുറവ് വരുന്നില്ല. അതാണ് നമ്മളുടെ ആശ്രയം, അതാണ് നമ്മളുടെ സങ്കേതം. അതുകൊണ്ട് നമ്മൾ കടന്നു പോകേണ്ടവൻ്റെ അടുക്കൽ തന്നെ കടന്ന് പോകണം. എന്നിട്ട് അവനോട് പറയണം, കർത്താവേ, എനിക്ക് തെറ്റുപറ്റി, എന്നോടങ്ങ് ക്ഷമിക്കണമെന്ന് മാത്രമല്ല, ഇനി ഞാൻ ആ പാതയിൽ പോകാതിരിക്കാൻ അങ്ങനെ സഹായിക്കണം. പലപ്പോഴും നമ്മൾ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നവരാണ്. നമുക്കറിയാം, ഈ ആണ്ടറുതി യോഗം എന്ന് പറയുന്നൊരു യോഗം നമ്മളുടെ ഇടയിലുണ്ട്. ഞാൻ പോകാറില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാര്യം കർത്താവ് നമുക്ക് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തത്.
ഈ ആണ്ടർതി യോഗത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ ഒരു വർഷം, എല്ലാ വർഷവും എന്ന് പറയുന്നത് pretty much സെയിം ആയിരിക്കും. അങ്ങനെയാ, കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ, പക്ഷെ ഒന്നും എന്നെ കൊണ്ട് നടന്നില്ല. ഈ വർഷം ദൈവം എനിക്ക് ആയുസ് തരുന്നുവെങ്കിൽ, ഇങ്ങനെയാണ് സാധാരണ പറയാറ്. കുറേ വർഷം കേട്ടത്, അതുകൊണ്ട് ഞാൻ പോകാതെ ആയത്. ഈ വർഷം എന്ന് പറഞ്ഞിട്ട് ഈ വർഷം ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി? അടുത്ത വർഷം ഇതേ അവസ്ഥ തന്നെയായിരിക്കും. നമ്മൾ ഈ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നിർത്തിയിട്ട് ഒരു 24 hours തീരുമാനം എടുത്ത് നോക്ക്. ഇറ്റ് വിൽ വർക്ക്. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് പ്രയോഗികമാക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും കൂടെ പറയുന്നത്. നമ്മൾ ഈ 1 വർഷത്തേക്കും 10 വർഷത്തേക്കൊക്കെയുള്ള മെഗാ പ്രൊജക്റ്റൊക്കെ നിർത്തിയിട്ട് ഒരു 24 hours ഞാൻ കർത്താവിനോട് വിശ്വസ്തനായിട്ട് ജീവിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചിട്ട് വിശ്വാസത്താൽ ജീവിക്കുക. ഞാൻ പറയാം, നമ്മൾ 1 step at a time എന്നാണ് കറക്റ്റ്. 1 step at a time അല്ലേ? KV സൈമൺ സാർ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, മുൻപിൽ ഒരു ചോട് വെപ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയത് മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് ഈ മെഗാ പ്രൊജക്റ്റുമായിട്ടൊന്നുമല്ല. ലെറ്റ് us live today. നാളെ നമുക്കാണെന്ന് എന്തുറപ്പാ ഉള്ളത്? ഇന്നല്ലേ നമുക്കുള്ളത്. ലെറ്റ് us today live successfully. 24 മണിക്കൂർ നേരത്തേക്ക് ഒരു തീരുമാനം എടുക്കുക. ഞാൻ പൂർണ്ണമായി എൻ്റെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കും. ഞാൻ ഈ പറയുന്നതിനകത്തൊരു രഹസ്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് അല്ല. 24 hours നീ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നതായിരിക്കും നിൻ്റെ നെക്സ്റ്റ് 24 hours ഫ്യൂവല്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? 24 മണിക്കൂർ നീ വിജയത്തോടെ ജീവിക്കുമ്പോൾ അതായിരിക്കും നിനക്ക് അടുത്ത 24 മണിക്കൂറിനുള്ള ഫ്യൂവലായിട്ട് തീരുക, ബലമായിട്ട് തീരുക. ഈ നടപ്പ് നീ പതുക്കെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല നീ നന്നായി ജീവിക്കുന്നുവെന്ന്. ഈ തോൽവിയൊക്കെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. നാം പാപത്തിൻ്റെ മേൽ വിജയം പ്രാപിക്കും തോറും നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അല്ലേ? KV സൈമൺ സാർ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ശക്തിപ്പെടും ഈ വനസഞ്ചാരികൾ മേൽക്കുമേൽ. അല്ലേ? നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ ശക്തിപ്പെടുന്ന വനസഞ്ചാരികൾ കുറച്ച് കഴിയുമ്പോൾ പാപം എന്ന വിഷയത്തിൻ്റെ മേൽ കർത്തൃത്വം ഉള്ളവരായിട്ട് തീരും. പിന്നെ അത് നമ്മുടെ മേൽ ഭരിക്കുകയല്ല, നമ്മൾ അതിനെ ഭരിക്കുന്നവരായിട്ട് തീരും. ഇത് സംഭവിക്കും പ്രിയമുള്ളവരെ, ആബ്സല്യൂട്ട്ലി. പക്ഷേ നമ്മൾ മെഗാ പ്രൊജക്റ്റുകളൊക്കെ വിടുക. ലെറ്റ് us live today. ഇന്ന് ജീവിക്കുക. ഇന്ന് എൻ്റെ കർത്താവിന് വേണ്ടി ഈ ഒരു 24 മണിക്കൂർ എനിക്ക് കടന്നു പോകാൻ കർത്താവ് എന്നെ സഹായിക്കണമേ, ഞാൻ നിന്നെ സേവിക്കും. ഈ ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടായാൽ പതുക്കെ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും. നമ്മൾ ഈ രാവിലെ തന്നെ, നമ്മൾ പാട്ടിലൊക്കെ പാടാറുണ്ട്, പ്രഭാതത്തിൽ തന്നെ രാവിലെ തന്നെ തിരുമുഖം കാണുന്ന നരനൊരു കുറവും വരില്ല, അങ്ങനെ പാടാറുണ്ടല്ലേ? അത് സത്യമാണ്. രാവിലെ ദൈവസന്നിധി പോയി ഈ ഒരു ദിവസം ജീവിക്കാനുള്ള കൃപ എനിക്ക് വേണം കർത്താവേ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ഓരോ ദിവസത്തേക്കും ഉള്ളത് നൽകും. മന്ന എത്ര ദിവസത്തേക്ക് പറക്കാൻ പറഞ്ഞിട്ടുണ്ട്? 1 ദിവസം. അത് 1 ദിവസം കൂടുതലിരുന്നാൽ ക്രമിച്ച് നാറിപ്പോകും. മനസ്സിലായല്ലോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. എവറി ഡേ, അനുദിനമാണ്. അത് ഞാൻ പറഞ്ഞു, 1 വർഷത്തേക്കുള്ള പ്രൊജക്റ്റ് അല്ല നമുക്കുള്ളതെന്ന്. ലെറ്റ് us live today. We don't know whose is tomorrow. നമ്മുടെ കയ്യിലല്ലാതെ ഇരിക്കുന്നത്, കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. ഈ ദിവസം നമുക്കുള്ളതാണ്, അല്ലേ? ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ആകയാൽ നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ലെറ്റ് us live today. 1 ദിവസം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു വെല്ലുവിളി ഞാൻ നിങ്ങളോട് നടത്തുകയാണ്. 1 ദിവസം കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റുമോ? 1 ദിവസം. ആബ്സല്യൂട്ട്ലി. നിങ്ങളെ ദൈവം സഹായിക്കും. അടുത്ത ദിവസം നിങ്ങൾ ജീവിക്കും കൃപയാൽ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കേണ്ടത്. സോ ഫസ്റ്റ് വി ഷുഡ് ഹാവ് എ റിഗ്രറ്റ്, ദെൻ വി ഷുഡ് ഹാവ് എ റിപ്പൻറ്റൻസ് ഫോളോവിങ് ദാറ്റ്. അതിന് നമ്മൾ ആദ്യമേ ഒരു ദുഃഖത്തിൻ്റെ അനുഭവം, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകണം. ഒരു മാനസാന്തരം അതിനെ ഫോളോ ചെയ്യുന്നതായിരിക്കണം. നമുക്ക് ചില വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 28 തൊട്ട് 31 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം.
വാക്യം വായിക്കുന്ന മോൻ പുറത്തു പോയല്ലേ. എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ചു അവൻ പോയി. 2ാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്നു. അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ പറഞ്ഞു. പോയില്ല താൻ. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? 1ാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നുവെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. ഇവിടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, മുമ്പത്തേതിൽ തെറ്റിപ്പോയവർ പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട് ദൈവേഷ്ടപ്രകാരം ജീവിച്ചു. എന്നാൽ മുമ്പേ നീതിമാന്മാരെന്ന് അടിച്ചു നടന്നവർ പിന്നത്തേതിലും മാനസാന്തരത്തിലേക്ക് കടന്ന് വന്നില്ല. അതുകൊണ്ട് നിങ്ങളെക്കാളും മുമ്പ് അവർ ദൈവരാജ്യത്തിൽ കടന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരം നമുക്കുണ്ടാകണം. മൂത്ത പുത്രൻ ആദ്യം അനുസരണക്കേടാണ് കാണിച്ചത്. അവൻ അപ്പനോട് മറുതലിച്ചു, ഞാൻ പോവില്ല, എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നത്തേതിൽ അവന് ഒരു ദുഃഖമുണ്ടായി. അങ്ങനെയാണ് അവൻ എഴുതിയിരിക്കുന്നത്. അവിടെ അല്ലേ, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നത്തേതിൽ അനുതപിച്ചു, അവന് റിഗ്രറ്റ് ഉണ്ടായി. ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് അവൻ റിപ്പൻറ്റ് ചെയ്തു. പോവില്ല എന്ന പാതയിൽ നിന്ന് പോകുന്ന പാതയിലേക്ക് അവൻ തിരിഞ്ഞു. അവൻ്റെ ജീവിതം അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന അനേകരും വളരെ ഗൗരവമായ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം നമ്മുടെ കണ്ണിൽ. ഗൗരവമെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലായല്ലോ. വ്യഭിചാരമോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ ബാങ്ക് റോബറിയോ അങ്ങനെയുള്ള വലിയ 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 കൃത്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവുകയില്ലായിരിക്കാം. ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വലിയതെന്നോ ചെറിയതെന്നോ പാപത്തെ വിളിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം പരിശുദ്ധൻ ആണ്. അവൻ്റെ മുമ്പിൽ നിസ്സാരമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നതും പാപം തന്നെ ആണ്. അപ്പോൾ ഈ വലിയ പാപം ചെറിയ പാപം എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. കൊലപാതകം ചെയ്യുന്നവൻ അനുഭവിക്കുന്ന ജീവിത വ്യഥ നുണ പറയുന്നവൻ അനുഭവിക്കുകയില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഒരു കൊലപാതകം ചെയ്യുന്നവൻ അനുഭവിക്കുന്ന ജീവിത വ്യഥ നുണ പറയുന്നവൻ അനുഭവിക്കുകയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, നുണ പറയുന്നവൻ്റെ വ്യക്തിത്വത്തിൽ അതുണ്ടാക്കുന്ന കേട് കൊലപാതകം ചെയ്തവൻ്റെ അത്രയില്ല. മനസ്സിലായോ? കൊലപാതകം ചെയ്തവൻ്റെ ജീവിതത്തിലുടനീളം ഒരു ആത്മാവിനെ നശിപ്പിച്ചതിലുള്ള വേദന അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. വ്യഭിചാരം ചെയ്യുന്നവനുള്ള ആ വേദന ഒരു ശകാരം പറയുന്നവന് ഉണ്ടാകണമെന്നില്ല. പാപം പാപമാണ്, പക്ഷെ ഇമ്പാക്റ്റ് ഈസ് ഡിഫറെൻറ്റ്. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായല്ലോ? മാരകമെന്ന് നമ്മൾ വിളിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെയല്ല, അത് മാരകമാകുന്നത് നമ്മൾക്കാണ്. നമ്മുടെ ജീവിതത്തെയാണ് അത് നശിപ്പിക്കുന്നത്. ശരിക്കും ഞാൻ പറയുന്നത് പാപം പാപമാണ്, പാപത്തിന് ക്ഷമ ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് പാപമാണെങ്കിലും ആകട്ടെ, ചെറുതെന്നോ വലുതെന്നോ മാരകമെന്നോ ഗൗരവമെന്നോ എന്തോ വിളിച്ചോ, ദൈവസന്നിധിയിൽ ചെല്ലുക, ക്ഷമാപണം നടത്തുക. ഇനി ഞാനത് ചെയ്യില്ല, ഈ 24 മണിക്കൂർ എന്നെ സഹായിക്കണം കർത്താവ്. എന്നിട്ട് നമ്മൾ നോക്ക് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന്. ഇതാണ് ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്, വി ഷുഡ് ഹാവ് എ റിഗ്രറ്റ്, ദെൻ എ റിപ്പൻറ്റൻസ്. ദ തേർഡ് തിങ്, നമ്മൾ ദൈവം മുൻപാകെ പോയി പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഇനി അങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സമ്മതിച്ച് ആ പാപങ്ങളെ നാം തള്ളിപ്പറയണം. തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തള്ളിപ്പറയുക എന്നുള്ള വാക്ക് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. മറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ശാസിക്കണം പാപത്തെ. അതെന്താ? പാപത്തെ നമുക്ക് വെറുക്കണമെങ്കിൽ പാപത്തെ ശാസിക്കാതെ വെറുക്കാൻ പറ്റില്ല. എന്തിനാ നമ്മൾ ശാസിക്കുക ജീവിതത്തിൽ? സാധാരണ അപ്പന്മാരും മക്കളെ ശാസിക്കും. എന്തിനാ ശാസിക്കുന്നത്? വാസ്തവത്തിൽ മക്കളോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടാണോ? അല്ല. പിന്നെ എന്താ അവിടുത്തെ വിഷയം? പ്രവൃത്തിയെയാണ് നമ്മൾ ശാസിക്കുന്നത്, ശരിയല്ലേ? പാപത്തെയാണ് നാം ശാസിക്കുന്നത്. തത്വത്തിൽ അത് നമുക്ക് സ്വീകാര്യമല്ല, അത് നമുക്ക് സമ്മതമല്ല.
അതുകൊണ്ട് നാം അവനെ ശാസിക്കുമ്പോൾ തത്വത്തിൽ, അല്ലെങ്കിൽ അവളെ ശാസിക്കുമ്പോൾ തത്വത്തിൽ ആ പാപത്തെയാണ് നാം ശാസിക്കുന്നത്. പാപത്തെ ശാസിക്കണം. അതിന് കാരണം പാപം ദൈവികമല്ല, അത് പൈശാചികം ആണ്. അവയെ ശാസിക്കുമ്പോഴോ അത് വെളിച്ചത്തിൽ എന്ന പോലെ തെളിവായി വെളിപ്പെട്ട് വരും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിനെ ശാസിക്കണം നമ്മൾ. പാപം നമ്മളുടെ അടുക്കൽ കടന്നു വരുമ്പോൾ, നമ്മൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു ടെംപ്റ്റേഷൻ വരികയാണ്, ഒരു നുണ പറയാനായിട്ട് ഒരു ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ ഒരു അശ്ലീലമായ ചിന്ത നമ്മുടെ തലയിലേക്ക് വരികയാണ് പെട്ടെന്ന്. വാട്ട് വി ഷുഡ് ഡു? എങ്ങനെയാണ് നമ്മൾ ഇതിനെ റിജക്റ്റ് ചെയ്യുക? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കണം. അതിന് ശാസിക്കുക തന്നെ വേണം പാപത്തെ. വി ഷുഡ് ടെൽ, ഗെറ്റ് ഔട്ട് ഓഫ് മീ, യു ഹാവ് നോ പ്ലേസ് ഇൻ മീ. എന്നിൽ നിന്ന് അകന്നു പോകുക, നിനക്ക് എന്നിൽ സ്ഥാനം ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എന്നിൽ നിന്ന് അകന്നു പോകണം. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് കർത്താവ്? എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച്, അല്ലെങ്കിൽ അവനെ വണങ്ങി അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിട്ടുള്ളൂ. സാത്താനെ എന്നെ വിട്ട് പോ. നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ടിലുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? സാത്താനെ നീ പോ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് താൻ പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. താൻ ദൈവഭക്തനായിരുന്നു, എനിക്കിതൊക്കെ അറിയാമായിരുന്നു. ഞാനീ പഠിപ്പിക്കുന്ന ഒന്നും പുതുമയുള്ള കാര്യമല്ല, അതെൻ്റെ പാട്ടുകളെടുത്ത് പഠിച്ചാൽ മതി. ഞാൻ പറയുന്നതിൻ്റെ ആശയം, പാപത്തെ നാം വെറുക്കണം, പാപത്തെ നാം ശാസിക്കണം. അങ്ങനെയാണ് അവൻ നമ്മിൽ നിന്ന് അകന്നു പോകുക. അവനെന്ന് ഞാൻ പറയുന്നത് പാപമെന്ന അതിൻ്റെ സ്രോതസ്സിനെ. ഈ പാപം ആരിൽ നിന്നാണ് വരുന്നത്? ദുഷ്ടനിൽ നിന്ന്, അല്ലേ? ദുഷ്ടനാരാണ്? പിശാചാണ്. അവനും അവൻ്റെ ആജ്ഞാനുവർത്തികളുമാണ് നമ്മിലേക്ക് പാപം കൊണ്ടുവരുന്നത്. അവനാണ് നമ്മെ തെറ്റിക്കുന്നത്, അവനാണ് നമ്മെ വഞ്ചിക്കുന്നത്, അവനാണ് നമ്മെ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള മേഖലകളിലേക്ക് ഇറക്കി വിടുന്നത്. അത് വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഷട്ട് ചെയ്യണം, അടയ്ക്കണം, പുറത്തു പൊക്കോളം പറഞ്ഞോളണം. അവിടെയാണ് പാപത്തോട് നമ്മൾ ജയിക്കാൻ തുടങ്ങുക. സ്പെഷ്യലി നമ്മുടെ ചിന്താമണ്ഡലത്തെയാണ് പിശാച് ഏറ്റവും വേഗം ആക്രമിക്കുക ആദ്യമായിട്ട്. കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ അംഗങ്ങളിലേക്ക് അത് വ്യാപിക്കുക. ഈ ഏരിയനെയാണ് ആദ്യം അടിക്കുന്നത്. അവിടെ വെച്ചേ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ ഹൃദയത്തെ നാം കാത്തുകൊള്ളണം വിജിലൻ്റായിട്ട്. ഈ ഒരു കാര്യം നമ്മൾ വിജയിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പാപത്തിന് നമ്മുടെ മേലുള്ള സ്വാധീനം ഇല്ലാതെയായി വരും. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോട് അടുത്ത് ചെല്ലുക, അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽക്കുക, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഓടിപ്പോകും. അവൻ ഓടിപ്പോകണമെങ്കിൽ എതിർത്ത് തന്നെ നിൽക്കണം. പാപത്തോട് എതിർത്ത് നിൽക്കാത്തിടത്തോളം അവൻ ഓടിപ്പോകുക ഇല്ല. കർത്താവ് അവനോട് പോകാൻ പറഞ്ഞതിന് ശേഷം പിന്നെ വല്ലവരും നിന്നോ അവിടെ? ഇല്ല. അതായിരുന്നു ലാസ്റ്റ് വേർഡ്. നീ പോകാൻ പറഞ്ഞു, അവൻ പോയി. പോകാൻ പറയണം, അപ്പോഴേ പോവുള്ളൂ. ചില ആൾക്കാരുണ്ട്, ഈ തീരെ നിലവാരം കുറഞ്ഞ ആൾക്കാർ. നമ്മളവരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നിടത്തോളം അവർ നമ്മളെ വിടൂല, പോവില്ല. നമ്മൾ എത്ര അവരോട് കാര്യങ്ങൾ പറഞ്ഞാലും അവരിങ്ങനെ നിന്നുകൊണ്ടിരിക്കും അവിടെ. അവസാനം നമ്മൾ അവരോട് പറയേണ്ടി വരും, നീ പോ, അപ്പോഴേ അവൻ പോവുള്ളൂ. പിശാച് അങ്ങനെ തന്നെയാണ്, അവൻ വിടില്ല നമ്മളെ. അവനോട് നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം, അപ്പോൾ അവൻ പോകും. എന്താ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കേണ്ടത്? അവൻ്റെ നാമമാണ് എല്ലാ നാമത്തിലും മേലായ നാമം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടുള്ള വേറെ ഒരു നാമവും ഇല്ല. നമ്മളാ രക്ഷ എന്ന വാക്കിനെ ആത്മരക്ഷയാണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് അതിൽ തന്നെ ശരിയാണ്. പക്ഷെ അവിടെ അത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഈ ലോകമാകുന്ന നമ്മളുടെ ഈ യാത്രയിൽ ഏത് മേഖലയിലും നമ്മൾക്ക് രക്ഷ നൽകുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുതൽ നൽകുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നമ്മുടെ പാപങ്ങളിൽ നമുക്ക് വിടുതൽ നൽകുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്.
നമ്മളുടെ ജീവൻ്റെ നാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നരകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ആ നാമത്തിലാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെ മടങ്ങാൻ പോകുന്നത്. ആ നാമമാണ് നമ്മളുടെ ആശ്രയം. സദൃശവാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ആ യഹോവയുടെ നാമം യേശുവ എന്ന നാമമാണ് ഇന്ന് നമുക്ക്. അവൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചാൽ ഗോപുരമായിട്ട് അവൻ നിൽക്കും. നമ്മൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും. രക്ഷിക്കപ്പെടുക എന്ന് ഞാൻ പറയുന്ന ആത്മരക്ഷയെക്കുറിച്ചല്ല. ഇപ്പോൾ പാപമെന്ന ആക്രമണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഇത് പ്രായോഗികമാക്കിക്കൊള്ളുക. ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കേണ്ടതാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് രക്ഷയിരിക്കുന്നത്. അവൻ്റെ നാമത്താൽ നാം അതിനെ നിലനിർത്തുക തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. സദൃശവാക്യം 16:6: ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ട് അകലുന്നു. ശ്രദ്ധിക്കുക, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ട് അകലുന്നു. ഇപ്പോൾ പാപത്തെ നമ്മൾ മനസ്സിലാക്കി അതിനെ റിനൗൺസ് ചെയ്യണം, അതിനെ ശാസിക്കണം, അതിനെ തള്ളിപ്പറയണം. നിനക്ക് എന്നിൽ ഇനിയൊരു പങ്കാളിത്തവും ഇല്ല. എൻ്റെ ലോയൽറ്റി എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോടാണെന്ന് നാം പറയണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണേന്ന്. പ്രിയമുള്ളവരെ, നാം ഇത് എക്സർസൈസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഇത് കേവലം ഇൻ്റലക്ച്വൽ നോളജ് അല്ല. സ്പിരിച്വൽ ബാറ്റിൽ ഈസ് റിയൽ. അതൊരിക്കലും മറക്കരുത്. ആത്മിക യുദ്ധം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് ഊഹാപോഹമല്ല. ദൈവവചനം സ്ഥാപിച്ചിട്ടുള്ള ട്രൂത്താണത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. അപ്പോൾ ഒരു പോരാട്ടം ഉണ്ടല്ലോ, അല്ലേ? നമുക്കൊരു പോരാട്ടം ഉണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. അങ്ങനെയാണ് ഒരു യുദ്ധം നമ്മൾക്കുണ്ട്. നമ്മൾ യുദ്ധമുഖത്താണ്. ഇത് തിരിച്ചറിവില്ലാത്തവൻ ഫോൾ വിക്ടിം. മനസ്സിലായോ? ഇത് തിരിച്ചറിവില്ലാത്തവൻ എതിരാളിയുടെ ഈസി ടാർഗറ്റായിട്ട് മാറുന്നു. ഇത് വിശ്വാസകോളത്തിൽ സംഭവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് വിശ്വാസികൾ എന്ന് പറയുന്ന പലരും രഹസ്യ പാപങ്ങളുമായി ജീവിക്കുന്നതെന്നറിയാമോ? They don't know what is the war they are waging. എന്ത് യുദ്ധമാണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് എതിരാളിയെ മനസ്സിലായിട്ടില്ല. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഡമാണ് ഏറ്റവും വലിയ എതിരാളി എന്ന. ജഡം എതിരാളിയാണ്. പക്ഷെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന മറ്റൊരുത്തനുണ്ട്, ദുഷ്ടൻ. അവൻ തൻ്റെ പാപമെന്ന നമ്മളിൽ എമ്പടി ഇത് വെച്ചിരിക്കുന്ന അവൻ്റെ ആയുധമെടുത്ത് നമുക്ക് നേരെ തന്നെ പോരാട്ടം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ജഡം നമുക്ക് ഏറ്റവും വലിയ എതിരാളിയായി തീരുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അവൻ ഇതിനകത്ത് കടന്ന് അവൻ്റെ വേല തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. ഉടനെ അതിനെ ശാസിക്കണം. ഉടനെ അതിനെ കർത്താവിൻ്റെ നാമത്തിൽ തർജ്ജനം ചെയ്യണം. അതിനെ നീക്കിക്കളയണം. പിന്നെ അത് വർക്ക് ചെയ്യില്ല. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് എ റിയൽ ഫൈറ്റ് ആൻഡ് വി ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. അതുകൊണ്ട് ദൈവഭക്തി എന്ന വിഷയമാണ് അതിന് നമ്മെ സഹായിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവഭക്തൻ എപ്പോഴും തന്നെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അവനിൽ പാപം കടന്നു വരാൻ അവൻ അനുവദിക്കില്ല. ഹി വിൽ ബി വിജിലന്റ്. ഒരു കോട്ട കാക്കുന്ന പോലെ അവൻ തൻ്റെ ഹൃദയത്തെ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ദൈവഭക്തൻ തൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ഒരു കോട്ട കാക്കുന്ന പോലെ കാത്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും ചിന്തകൾ, എന്തെങ്കിലും വാക്കുകൾ, എന്തെങ്കിലും കാണുന്നത്, കേൾക്കുന്നത്, പ്രവർത്തിക്കുന്നത് ദൈവഹിതപ്രകാരമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് ദൈവനാമത്തിൽ അതിനെതിരെ യുദ്ധം ആരംഭിക്കുകയും അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ദൈവഭക്തൻ പാപത്തിൽ വീഴാതെ ജീവിക്കും. അങ്ങനെയാണ് ആത്മീയ യുദ്ധം. അതങ്ങനെ തന്നെ സംഭവിക്കുകയും വേണം. ഇത് സാധ്യമാക്കുവാൻ നമ്മൾ ഈ പാപത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ റിനൗൺസ് ചെയ്ത് കളയണമെന്ന്
ദൈവവചനം തന്നെ പറയുന്നതാണ്. പ്രോവർബ്സ് 28:13 ഇങ്ങനെ വായിക്കുന്നു, സദൃശവാക്യം: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇനി അത് ഞാൻ എടുക്കില്ല. അതാണ് റിനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം. ഇനി എനിക്കത് വേണ്ട, ഇനി ഒരിക്കലും അതെനിക്ക് വേണ്ട. ഇത് നമ്മുടെ മനസ്സിൽ ദൃഢമായി ഒരു തിയറിയായിട്ട്, അല്ലെങ്കിൽ ആണികൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി വെക്കണം. ഇനി ഞാനത് കാണുകയില്ല. എന്തെങ്കിലും കാണുന്ന പാപമാണ് നമ്മുടേതെങ്കിൽ, പറയുന്ന പാപമാണെങ്കിൽ ഇനി ഞാനത് പറയുകയില്ല. ഞാൻ ചെയ്യുന്ന പാപങ്ങളാണ്, ഇനി ഞാനത് ചെയ്യുകയില്ല. നമ്മുടെ ഹൃദയമാകുന്ന പലകയിൽ എഴുതി വെക്കണം, ഉപേക്ഷിക്കണം അതിനെ എന്നേക്കുമായിട്ട്. ഇനി അതിനെ അനുവദിക്കരുത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ദൈവവചനം പറയുകയാണ്. നമ്മെ ദൈവ വേലയ്ക്കായിട്ട് സമ്പൂർണമായി സമർപ്പിക്കണം. റീഡെഡിക്കേറ്റ് അവർ സെൽഫ്. അപ്പോൾ ഒന്നാമത് റിപ്പൻറ്റൻസ്, നമുക്ക് ഒരു റിഗ്രറ്റ് തോന്നണം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് റിഗ്രറ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത് റിപ്പൻറ്റൻസ് ഉണ്ടായിരിക്കണം, മാനസാന്തരം. മൂന്നാമത് റിനൗൺസ് ചെയ്യണം, പാപത്തെ തള്ളി പറയണം. ഇനി നിനക്ക് എന്നോട് അസോസിയേഷൻ ഇല്ല, ഞാൻ നിനക്കുള്ളവനും അല്ല. എൻ്റെ ലോയൽറ്റി എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. ഇത് ഞാൻ ഏറ്റു പറയണം. അതെന്താ ഈ ഏറ്റു പറയണേ? നമ്മൾ ഒരിക്കൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞതാ അല്ലേ? അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചത്. ആ ഏറ്റു പറച്ചിലിനെ നമ്മൾ പാപം ചെയ്യുമ്പോൾ തത്വത്തിൽ എന്താ ചെയ്യുന്നത്? ആ ഏറ്റുപറച്ചിലിനെ അതിന് വിലയിരുത്താത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുകയാണ് ഒരു പരിധിവരെ. നള്ളിഫൈ എന്ന് ഞാൻ പറയുമ്പോൾ ആബ്സല്യൂട്ട് സെൻസിലല്ല, ആ മൊമെൻ്ററി, ആ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ കർത്തൃത്വത്തെ മാറ്റിവെക്കുകയാണ് അല്ലേ? പത്രോസ് ചെയ്ത പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. പത്രോസ് എന്താ പറഞ്ഞത്? ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല അല്ലേ? താൻ വാസ്തവമായിട്ട് അതല്ല അല്ല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടെയും തൻ്റെ ഉള്ളിൽ പേടി കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ലോകത്തിൻ്റെ മുമ്പിൽ താൻ എന്താ ചെയ്തത്? യേശുവുമായി എനിക്കൊരു അസോസിയേഷനും ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ താൻ ദുഃഖിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു. ആ മൊമെൻ്റ് താൻ ചെയ്ത പാപം തന്നെ വളരെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അത് തന്നെ ഡിപ്രഷനിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഞാൻ അങ്ങനെ പറയാം. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഡിപ്രഷനിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, എന്തിനെ ആണോ വിട്ട് യേശുവിനെ താൻ പിൻപറ്റിയത്, അതേ സ്ഥലത്തേക്ക് പിന്നെ താൻ തിരിച്ച് പോയി. ഏതാ? വള്ളവും വലയും എടുത്തു. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് ആർ വിശ്വസിച്ചില്ല? പത്രോസ് വിശ്വസിച്ചില്ല. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു താഴ്ന്ന പ്രതലത്തിലേക്ക് താൻ പോയി. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? അവനെ വന്ന് പിന്നെയും അവനെ തലോടി കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് അവനെ റിസ്റ്റോർ ചെയ്തു. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലോ? പാപത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഇതേ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. നമ്മൾ പാപങ്ങളെ കുറിച്ച് ദുഃഖിച്ച് മാനസാന്തരപ്പെട്ട് അവയെ തള്ളി പറയണം. എന്നിട്ട് നമ്മൾ അക്നോളജ് ചെയ്യണം. എന്താ? കർത്താവേ. പത്രോസിനോട് കർത്താവ് അവസാനം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത് ചോദിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമത് ചോദിച്ചു, താൻ അവിടെ പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? കർത്താവേ നീ സകലവും അറിയുന്നു. കർത്താവേ നീ സകലവും അറിയുന്നു. എന്താ അത് അർത്ഥമാക്കുന്നത്? അവൻ്റെ ലോർഡ്ഷിപ്പ് എന്ന വിഷയത്തിൽ അവൻ സീരിയസ്ലി തെറ്റിപ്പോയി. അവൻ കർത്താവായിരുന്നു മുമ്പ് അല്ലേ? നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ പറഞ്ഞു, നാഥ ഞങ്ങൾ ആരുടെ അടുക്കിലേക്കാണ് പോകുന്നത്? നിന്റെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്, നിത്യജീവൻ്റെ വചനങ്ങൾ. ഇതൊക്കെ പറഞ്ഞതാ. കർത്താവേ, എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ഇപ്പം ആ കർത്താവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് താൻ പറയാ, കർത്താവേ നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്നും നീ അറിയുന്നു.
ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു അക്നോളജ്മെൻ്റാണ് പത്രോസ് പറയുന്നത്. എന്താ? എൻ്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവേ, എനിക്ക് നന്നായി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റണല്ലേ. പച്ച വാക്ക് പറഞ്ഞ് എങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ ആശയം? കർത്താവ് അവനെ കൈവിട്ടില്ല, കർത്താവ് അവനെ ഹീൽ ചെയ്തു, റിസ്റ്റോർ ചെയ്തു. പിന്നീട് ഒരിക്കലും ഈ പാപം തന്നിൽ കടന്നു വന്നിട്ടില്ല. നമ്മൾ പാപത്തോടുള്ള ബന്ധത്തിൽ റിനൗൺസ് ചെയ്താൽ മാത്രം പോരാ, നമ്മെ തന്നെ പിന്നെയും അവൻ്റെ കർത്തൃത്വത്തിലേക്ക് സമർപ്പിക്കണം. നിങ്ങളത് നിസ്സാര കാര്യമായിട്ട് ചിന്തിക്കരുത്. ഞാൻ പറയാം, നമ്മൾ വിചാരിക്കും ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഞാൻ എന്നേക്കും രക്ഷിക്കപ്പെട്ടു. ശരിയാ, പ്രൊവൈഡഡ് യു റാറ്റിഫൈ യുവർ ലോർഡ്ഷിപ്പ്. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? അതായത് നീ യേശുവിനോടൊരു വാക്ക് കൊടുത്തതാ. എന്താണ്? നീ എൻ്റെ കർത്താവാണ്, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമ്മുടെ യാത്ര ആരംഭിച്ചത്. ഇടയ്ക്ക് വെച്ച് ഞാൻ പാപം ചെയ്യുന്നു, കർത്താവിനെ തള്ളിക്കളയുന്നു, കർത്താവിൻ്റെ കർത്തൃത്വത്തെ ഞാൻ എൻ്റെ പ്രവൃത്തിയാൽ നിഷേധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ? ആത്മരക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം എന്താ? അവൻ നിത്യസ്നേഹത്താലാണ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് ഒരു തകരാറ് അവിടെ വന്നിട്ടുണ്ട്. അതെന്താ? എൻ്റെ പാപം നിമിത്തം എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ നിയമത്തെ, ഉടമ്പടിയെ ഞാൻ ബ്രേക്ക് ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഭാര്യയും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഇപ്പം നമുക്കറിയാവുന്നൊരു ഭാഷയിൽ പറയാം. ഭാര്യയും ഭർത്താവും ഒരു ഉടമ്പടി ചെയ്തിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്, അല്ലേ? ഭാര്യയും ഭർത്താവും ഒരു ഉടമ്പടി ചെയ്തിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ നിനക്ക് നീ എൻ്റെ ഏക ഭാര്യയായിരിക്കുമെന്ന് ഭർത്താവ് പറയുന്നു, ഭാര്യ പറയുന്നു നീ എനിക്ക് ഏക ഭർത്താവായിരിക്കും. ഇതാരെങ്കിലും ഒരാൾ വയലേറ്റ് ചെയ്താൽ, ആരെങ്കിലും ഒരാൾ ഇതിനെ തെറ്റിച്ചാൽ സാരില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഒരു ക്ഷമാപണം അവിടെ ആവശ്യമായിട്ട് വരും. കാരണം നിയമം ലംഘിച്ചു, ഉടമ്പടി ലംഘിച്ചു. നമ്മൾ കർത്തൃത്വം ഒക്കെ അതൊക്കെ വലിയ സാരമില്ല. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതാണ് നമ്മൾ പാപത്തെ പോഷിപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെയാണ് കർത്താവ് ചിന്തിക്കുന്നതെങ്കിൽ ഒരെണ്ണം സ്വർഗത്തിൽ പോവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ കർത്തൃത്വത്തോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിന് കർത്താവ് അതുപോലെ റെസ്പോണ്ട് ചെയ്താൽ നമ്മളൊന്നും സ്വർഗത്തിൽ പോവില്ല. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ സൗകര്യമുള്ളപ്പോഴൊക്കെ ഇങ്ങനെ കർത്താവിനെ മാറ്റി നിർത്തി നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് അതുപോലെ അങ്ങനെയാണെങ്കിൽ സൗകര്യമുള്ളപ്പോഴൊക്കെ നമ്മളെ മാറ്റി നിർത്തി തൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയാൽ നമ്മളൊന്നും അങ്ങോട്ട് ചെല്ലണ വിഷയം ഇല്ല. പക്ഷേ അവൻ്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ അവന് കഴിയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ അതൊരു ലൈസൻസ് അല്ല. ഏതിന്? കർത്തൃത്വത്തെ ലംഘിക്കാൻ. നമ്മൾ പാപം ചെയ്യുമ്പോൾ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. എന്നിട്ടാണ് പാപം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ പാപം ചെയ്തതിനെക്കുറിച്ച് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ? കർത്താവിനോടുള്ള ബന്ധം ആദ്യം ശരിയാക്കണം. കർത്താവിൻ്റെ മുമ്പാകെ പോയി പറയണം, കർത്താവേ, നിൻ്റെ കർത്തൃത്വത്തെ ഞാൻ തുച്ഛീകരിച്ചു, അപമാനിച്ചു, ഞാൻ പറഞ്ഞ വാക്ക് ലംഘിച്ചു, എന്നോട് ക്ഷമിക്കണം. അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. യാഗം അർപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ലംഘനത്തിനും പോയി യാഗം അർപ്പിക്കണം. അവിടെ നിന്ന് അടുത്ത സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ പാപത്തെ ലഘുവായി കാണരുത്, കർത്തൃത്വത്തെയും ലഘുവായി കാണരുത്. നമ്മൾ വാക്ക് കൊടുത്തതാ കർത്താവിനോട്. എന്താ? യേശുവേ, നീയാണ് എൻ്റെ കർത്താവ്. എന്താ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? എൻ്റെ യജമാനൻ. യജമാനൻ്റെ ആജ്ഞയ്ക്ക് അപ്പുറത്ത് ദാസന് നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക? പഴയ നിയമത്തിലാണെങ്കിൽ നല്ല അടി കിട്ടും. ദാസനോടുള്ള ബന്ധത്തിന് ഒരു തടസ്സം വരും അവിടെ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്തൃത്വത്തെ മാനിക്കണം.
നമ്മൾ റീഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മളെ കർത്താവിൻ്റെ മുമ്പാകെ പോയി താണ് വീണ് അപേക്ഷിച്ച് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച് ഇനി ഞാൻ ആ വഴിക്ക് പോവുകയില്ല കർത്താവേ എന്ന് പറഞ്ഞ് അവനുമായി ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇടയാകണം. ദാവീദ് രാജാവ് 51-ാം സങ്കീർത്തനം എഴുതി നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? ദാവീദ് രാജാവ് ആ ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം അവനും അവൻ്റെ ഇടയനായ യഹോവയും തമ്മിലുള്ള ബന്ധത്തിന് വന്ന തകരാർ നിമിത്തമാണ്. 23-ാം സങ്കീർത്തനത്തിൽ അവൻ യഹോവ എൻ്റെ ഇടയനാണ്, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എല്ലാം മനോഹരമായതാ. ഇവിടെ വന്നപ്പോൾ ദാവീദ് പറയാണ്, എൻ്റെ അസ്ഥികളൊക്കെ തകർന്നിരിക്കുകയാണ് കർത്താവേ, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയി, എന്നെ അങ്ങ് ശുദ്ധീകരിക്കണം, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ച് തരണം, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. മനസ്സിലായി? ഒരു ടോട്ടലി ഷാറ്റേർഡ് പേഴ്സണാലിറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. തകർന്നു പോയൊരു വ്യക്തി. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരുടെ ഭാഗത്തു നിന്നാണ് കുറവ് വന്നിരിക്കുന്നത്? തകർന്നു പോയത് ദാവീദ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് മൊത്തത്തിൽ കർത്താവെ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നതാണ് അതിൻ്റെ ആശയം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് പ്രിയമുള്ളവരെ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ലൈറ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്താ, പാപം ചെയ്താലും സാരില്ല, കർത്താവ് രക്തം ചൊരിഞ്ഞതല്ലേ, അതൊക്കെ ക്ഷമിച്ചോളും. അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. കർത്തൃത്വത്തെ അപമാനിക്കുകയാണ് നാം ചെയ്യുന്നത്. പാപം ചെയ്യാൻ നമുക്ക് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ദൈവം ലൈസൻസ് തന്നിട്ടില്ല. മറിച്ച് പാപം ചെയ്യാതെ ജീവിക്കുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞ് എടുത്തിരിക്കുന്നത്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ കാര്യത്തിൽ വളരെ കെയർഫുള്ളായിരിക്കേണ്ടത് ആവശ്യമാണ്. യിരെമ്യാവ് 32:40 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ, ശ്രദ്ധിക്കുക കേട്ടോ ഈ പദം, അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും. അപ്പോൾ തത്വത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഉത്തരവിടെ തന്നിട്ടുണ്ട്, ദൈവം തന്നെയാണ്. നമ്മെ ഭക്തന്മാരായി ജീവിക്കാൻ സഹായിക്കുന്നത് നമ്മളല്ല, പിന്നെ ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിക്ക് നിർത്തണം, ഇല്ലെങ്കിൽ നമ്മൾ താളടിയായി പോകും. പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, നിന്നെ പാറ്റിക്കളയേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇപ്പം ആരുടെ അടുത്താണ് പോയി ചോദിച്ചത്? പിതാവിൻ്റെ അടുക്ക പോയിട്ട് സാത്താൻ ചോദിച്ചു. ആരെ? പത്രോസിനെ. പക്ഷെ മധ്യസ്ഥൻ അവിടെ ഇടപെട്ടു, പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞ വാക്ക് നിമിത്തം, ആരാ? പത്രോസ് എന്താ പറഞ്ഞേ? ഞാൻ ഒരു നാളും തള്ളിപ്പറയില്ല, എല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല. അത് നിമിത്തം ദൈവം അവൻ്റെ ബലഹീനത കാണിച്ചു കൊടുക്കേണ്ടതിന് ഒരു നേരത്തേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, പക്ഷേ കൈവിട്ടില്ല കർത്താവ്, അവനെ റിസ്റ്റോർ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരും ചിന്തിക്കണ്ട നമ്മുടെ മിടുക്കുകൊണ്ട് നമ്മൾ നന്നായി ജീവിക്കുമെന്ന്. നോ, ദി ആൻസർ ഈസ് എ ബിഗ് സീറോ. ഒരിക്കലും സംഭവിക്കുകയില്ല. ദൈവമാണ് നമുക്ക് ഭക്തി നൽകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കർത്തൃത്വത്തെ, കർത്താവിൻ്റെ കർത്തൃത്വത്തെ ശരിയായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഭക്തനായിരിക്കാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യം. കുറച്ച് വാക്യങ്ങളും കൂടെ വായിക്കാനായിട്ടുണ്ട്, എന്നാൽ അത് ഇന്ന് വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പോൾ റീഡെഡിക്കേഷൻ ചെയ്യണം. ഈ റീഡെഡിക്കേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുക. അത് റിസ്റ്റോറേഷൻ എന്നുള്ളതാണ്. ദൈവം നമ്മെ റിസ്റ്റോർ ചെയ്യും പഴയ അവസ്ഥയിലേക്ക്. പത്രോസിൻ്റെ ജീവിതത്തിൽ ആ റിസ്റ്റോറേഷൻ പിന്നീട് സംഭവിച്ചു. അതാണ് കടൽക്കര വെച്ച് തുടങ്ങിയത്.
കർത്താവ് അവനെ ഹീൽ ചെയ്യാൻ തുടങ്ങി. അവൻ പിന്നീട് കർത്താവിൻ്റെ സാക്ഷിയായി നിലനിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിൽ വന്നു പോയിട്ടുള്ള ഓരോ തെറ്റുകൾ, കുറവുകൾ നമ്മൾ ദൈവസന്നിധിയിൽ പോയി ക്ഷമ ചോദിക്കുക. നമ്മൾ എല്ലാം ഓർത്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാൻ പറയും, ഓർക്കുന്നതൊക്കെ പോയി പറയുക. അതുപോലെ തുടരെ നമ്മളിൽ സംഭവിക്കുന്ന പാപങ്ങൾ, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മുറുകെ പറ്റുന്ന പാപങ്ങൾ. ഈ മുറുകെ പറ്റുന്ന പാപം, കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു, എന്താ സഹോദരൻ മുറുകെ പറ്റുന്ന പാപം? ഒരേ പാപത്തിൽ ഞാൻ പല പ്രാവശ്യം വീഴുന്നു, അത് മുറുകെ പറ്റുന്ന പാപമാണ്. ഇത് മാറ്റാൻ കഴിയുന്നത് ഒരാളേ ഉള്ളൂ, ഒരു ഡോക്ടറേ ഉള്ളൂ ചികിത്സിക്കാൻ കഴിയുന്നവൻ, കർത്താവായ യേശുക്രിസ്തു. വിശ്വാസികളോടാണ് എബ്രായ ലേഖനത്തിൽ അത് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് സഹോദരന്മാരോടാണ്. മുറുകെ പറ്റുന്ന പാപം വിടണം. മുറുകെ പറ്റുന്ന പാപം വിശ്വാസികൾക്കുണ്ട്, പക്ഷേ അതിനെ ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരുത്തനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ അടുക്കൽ പോകണം. അടുത്ത ആഴ്ച നമുക്ക് ആ വിഷയം ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന ഒരുക്കത്തെക്കുറിച്ചാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ വിഷയത്തെ പ്രതി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. കുറവുകൾ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം, പാപങ്ങളെ തള്ളിപ്പറയണം, കർത്താവുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ശരിയാക്കണം. ഇതൊന്നും കൂടാതെ ദൈവഭക്തനായിരിക്കാമെന്ന് സ്വപ്നം കണ്ടാൽ അത് സ്വപ്നം മാത്രമായിരിക്കും, യാഥാർത്ഥ്യം ആകയില്ല. ഞാനത് 100% ഉറപ്പായിട്ട് പറയാം, അത് യാഥാർത്ഥ്യമാകയില്ല. സ്വപ്നം കണ്ടിരിക്കാം, എന്നാൽ തങ്ങളുടെ വഴികളെ നേരെയാക്കുന്നവനിൽ ദൈവം പ്രസാദിക്കുന്നു. അവനെ ദൈവം തങ്കലുള്ള ഭക്തി അവൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. അപ്പോൾ ഭക്തനായിട്ട് അവൻ ജീവിക്കും. അതാണ് നമുക്ക് ആവശ്യം. അതിനായിട്ട് നമുക്ക് സ്ട്രൈവ് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.